കാട്ടില് കുറേ മൃഗങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ താമസിച്ചിരുന്നു. കാട്ടിലല്ലെങ്കിൽ മൃഗങ്ങൾ ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കാണല്ലോ അല്ലേ. അപ്പോൾ അവിടെ ഒരു കുട്ടി ആന ഉണ്ടായിരുന്നു. പക്ഷെ ആ ആനയ്ക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആന നമ്മുടെ കുരങ്ങൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, നിനക്ക് എന്നെ പോലെ മരത്തിലൊന്നും ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രപ്പോസൽ അവിടെ എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്ത് കളഞ്ഞു. അതുപോലെ അപ്പോൾ ഈ ആനയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ പോയിട്ട് നമ്മുടെ തവളയോട് ചോദിച്ചു, എന്നെ ഫ്രണ്ട് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തവള പറഞ്ഞു, നിനക്ക് എന്നെ പോലെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്താനും ഇങ്ങനെ ചാടാനും ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സ് ആവണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആന പിന്നെയും ഭയങ്കര വിഷമത്തോടെ പോയിട്ട് നമ്മുടെ മുയലിൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്നെ ഫ്രണ്ട് ആക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മുയൽ പറഞ്ഞു, നിനക്ക് എന്നെപ്പോലെ ഭയങ്കര സ്പീഡിൽ ഓടാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആവണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആന മാത്രം ആ കാട്ടിൽ ഫ്രണ്ട് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു കടുവ വന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പേടിച്ചോടുന്ന സമയത്ത് നമ്മുടെ ഈ ആന എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവയെ പേടിപ്പിച്ച് അലറി ഓടിച്ചു വിട്ടു. അപ്പോഴാണ് ഈ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ റിയലൈസ് ചെയ്യണത് ഇപ്പോൾ ആന എന്ന് പറഞ്ഞത് അവർക്ക് പറ്റിയൊരു ഫ്രണ്ട് തന്നെയാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ ഒരു മോറൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ആ ഒരു ആള് നമ്മുടെ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരാളായിരിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ എപ്പോഴാണ് ആരാണ് നമുക്കൊരു ഉപകാരം ആയിട്ട് ഭവിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഹലോ എവ്രിവൺ, അബ്സല്യൂട്ട് മൈൻഡിന്റെ പ്രോബ്ലം സോൾവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള അമീന മാഡവും നവ്യ മാമുമാണ്. രണ്ടുപേരെയും വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ പേര് തന്നെ പ്രോബ്ലം സോൾവ് എന്നാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വായിക്കുകയും നമ്മുടെ സൈക്കോളജിസ്റ്റുമാർ ആ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുകയും അത് സോൾവ് ആക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹലോ, കഴിഞ്ഞ ആഴ്ച ഞാൻ ചുമ്മാ കുപ്പിച്ചില്ലു വെച്ച് കൈ മുറിച്ചു. എനിക്ക് ഈ സിംറ്റംസ് ഉണ്ട്, ബട്ട് എനിക്ക് ഒരു കുഴപ്പമുള്ളതായി തോന്നിയിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോഴും എല്ലാവരോടും ഇടപെടുമ്പോഴും എന്തോ അസ്വാഭാവികത തോന്നാറുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. മുൻപ് ട്രിക്കോറ്റില്ലോമാനിയ ഉണ്ടായിരുന്നു. അതിന് എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ട് കുറേ വർഷം മുൻപ്. എന്നിട്ട് അത് മാറി. എനിക്ക് അകാരണമായി പേടിയാണ്. എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ തോന്നും ഇടയ്ക്ക്. അപ്പോൾ ആ ആപത്തിന്റെ തോത് കുറയ്ക്കാൻ ഞാൻ എന്നെ വേദനിപ്പിക്കും. അപ്പോൾ അത് ഒഴിഞ്ഞു പോകും. മാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് തോന്നുന്നു കണ്ടിട്ട്. അതായത് എന്താണ്, ഞാൻ ഫസ്റ്റ് തന്നെ ചോദിക്കട്ടെ, പണ്ട് ട്രിക്കോറ്റില്ലോമാനിയ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് ട്രൈക്കോട്ടില്ലോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെയർ പുള്ളിങ് ഡിസോർഡർ ആണ്. അതായത് ടെൻഷൻ കാരണോ അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കുന്ന ആളായതിനെ കൊണ്ടിട്ടോ മുടി പറിക്കുക, അതായത് മുടിയുടെ ഓരോ ഇതുകളുമായിട്ട് ഇങ്ങനെ പറിച്ച് അയാൾ തന്നെ ആദ്യം അവെയർ ആയിരിക്കില്ല അയാൾ പറിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അയാൾ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് മുടിയിൽ ഇങ്ങനെ കോയിൻ സൈസിൽ ഇങ്ങനെ റൗണ്ടിൽ കുറേ പാച്ചസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് മുടി പോകുന്ന കാര്യം അറിയുക. ഒരുപാട് കേസുകൾ വരാറുള്ള ഒരു കാര്യമാണ്. ഇതിന് ചികിത്സയൊക്കെ ഉണ്ട്, ചെയ്തിട്ടാണ് മാറ്റുക. അപ്പം അങ്ങനെ മാറിയ ഒരാളായിരിക്കാം. അങ്ങനെ മാറിയ ഒരാളാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് അകാരണമായിട്ടുള്ള പേടിയാണ്. അപ്പോൾ ഇനി ഒരു ആപത്ത് വരുവോ എന്നുള്ള ഒരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വയം വേദനിപ്പിക്കുക. അപ്പൊ പിന്നീട് ആപത്ത് വരുമ്പോൾ അത്ര തോതിൽ ഉണ്ടാവില്ലല്ലോ എന്നാണ് പറയുന്നത്. അതായത് ചില ആളുകളുടെ ഇതൊരു നെഗറ്റീവ് കോപ്പിംഗ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ചില ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് അവരുടെ ഒരു സെൽഫ് ഹാമിങ് ഒക്കെ ചെയ്യും. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോക്കസ് മൊത്തം ഇങ്ങോട്ടേക്ക് മാറും. അപ്പോൾ അപ്പം ഉള്ളതിനേക്കാളും പെയിൻ ആയിരിക്കുമല്ലോ നമുക്ക് നമ്മുടെ ദേഹം മുറിയുമ്പം. അപ്പം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ ആ ഒരു സമയത്ത് ആളെന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ആപത്തുകൾ അല്ലെങ്കിൽ ഇയാളുടെ പേടികളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തും. ഐ മീൻ അതിലേക്ക് അത്ര ഫോക്കസ് കൊടുക്കില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തോട്ടല്ലേ അത് സത്യം പറഞ്ഞാല്. നമ്മൾ ഈ പേഴ്സണാലിറ്റീൻ്റെ ആണ് മെയിൻ ഇഷ്യൂ ഇവിടെ. ഇപ്പോൾ ട്രൈക്കോട്ടില്ലോമാനിയക്കും പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധമുണ്ട്. പേഴ്സണാലിറ്റിയിൽ മോഡിഫിക്കേഷൻസ് ചിലപ്പോൾ വരുത്തേണ്ടി വരാറുണ്ട് ട്രൈക്കോട്ടില്ലോമാനിയ പേഷ്യൻസുകളിൽ. അപ്പോൾ ഈ UPD-ലൊക്കെ ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ
സ്വന്തം വേദനിപ്പിച്ചുകൊണ്ടൊരു സുഖം ലഭിക്കുന്ന ഒരു തരത്തിലേക്ക് കൈയിൻ്റെ ഇവിടെ കാലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ വരകളും മരിക്കാനൊന്നും വേണ്ടിയിട്ടല്ല, ചെറിയ ചെറിയ കുറേ വരകൾ ഇട്ടിട്ട് അതിങ്ങനെ മുറിഞ്ഞ് ചോര ഒലിക്കുന്ന കണ്ട ആ ഒരു വേദന സഹിക്കുന്ന ഒരു തരം സന്തോഷിക്കുന്ന ഒരു സമാധാനം, ഒരു എന്താ പറയുക, ഒരു റിലാക്സിങ് ഫീൽ കിട്ടുന്ന ഒരു തരം ഡിസോർഡറാണ് ഈ UPD ലൈറ്റ് ട്രേറ്റ്സ്. അപ്പോൾ അങ്ങനത്തെ വല്ല ട്രേറ്റ്സും ഉണ്ടോ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഒരു തവണ നമ്മളത് ചികിത്സിച്ച് മാറ്റിയാലും പിന്നീട് അതുപോലെ വരാനുള്ള ചാൻസ് ഉണ്ടോ? അപ്പോൾ ട്രിക്കോട്ടിലോമാനിയക്ക് റിലാപ്സ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം EUPD ആണെങ്കിലും അത് നമ്മൾ ഏത് അസുഖമായാലും നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് റീലാപ്സ് വരാം. റീലാപ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ലാപ്സ് അടിക്കാം, വീണ്ടും അത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ആര് സൈക്കോതെറാപ്പി ചെയ്യുകയാണെങ്കിലും അതിൽ ലാസ്റ്റ് ലാപ്സ് അടിക്കാണ്ടിരിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ലാസ്റ്റത്തെ 2-3 സെഷൻസ് റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയുന്ന സെഷൻസ് ആണ്. അതിലാണ് വീണ്ടും ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എൻ്റെ പ്രശ്നം ഹസ്സിനെ സംശയമാണ്, പിന്നെ ഹസ്സിനെ അമിത സ്നേഹമാണ് എനിക്ക്. ഡ്രൈവറാണ്, ഓട്ടം പോകുമ്പോൾ എപ്പോഴും ആക്സിഡൻറ്റ് പറ്റുമെന്നൊക്കെയാണ് തോന്നൽ. ഫോൺ എടുക്കാതെ വരുമ്പോൾ ടെൻഷൻ വരും. പിന്നെ ഹസ്സിന് ഒരു ചെറിയ വയറുവേദന വല്ലതും വരുന്നെങ്കിൽ അത് ഞാൻ മാരക രോഗമായി ചിത്രീകരിക്കും. ഇത് ഡോക്ടറിനെ കാണിക്കണോ? ഇത് മാനസിക രോഗമാണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ സംശയം എന്ന് പറയുന്നത് ഇപ്പം ചിലപ്പം അതൊരു ഡെലൂഷൻ, നമ്മൾ ഡെലൂഷൻ എന്ന് പറയുന്ന പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫാണോ എന്ന് നമുക്ക് നോക്കണം. നമ്മൾ ഈ സംശയരോഗത്തിന് നമ്മൾ സൈക്കോളജിക്കലി പറയുക ഒരു ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി എന്നാ പറയുക. പിന്നെ ആളുടെ മറ്റ് കംപ്ലയിൻസ് എന്ന് പറയുമ്പം ഹസ്ബൻഡിൻ്റെ അടുത്തുള്ള ഒരു പൊസസീവ്നെസ്, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും പറ്റിപ്പോവോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു അകാരണമായിട്ടുള്ളൊരു പേടിയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പം ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. അപ്പം ആദ്യം നമുക്ക് ഒരു ഇത് രണ്ടും തമ്മിലുള്ള ഒരു എന്താ പറയുക തിരിച്ചറിയണം. ഇത് ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി ആണോ അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ഇറാഷണൽ ഫിയർ പോലത്തെ ഒരു സാധനമാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫിയറിന് ലോജിക് ഉണ്ടോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. ലോജിക്കലി അങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, അത് പുള്ളിക്കാരി തന്നെ നമുക്ക് വ്യക്തമാണ് ഇല്ലോജിക്കലാണെന്ന്. എന്താന്ന് വെച്ചാൽ ചെറിയ വയറുവേദന ഹസ്ബൻഡിന് വന്നാൽ പോലും ഞാനത് വലുതായിട്ട് ചിത്രീകരിക്കും, തിരിച്ചറിവുണ്ട്. അപ്പൊ അതൊരു കോഗ്നിറ്റീവ് എറർ ആണ്. അതിന് നമ്മൾ CBT പോലത്തെ സൈക്കോതെറാപ്പീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചു. 15 വയസ്സുള്ളപ്പോൾ എൻ്റെ വാപ്പയും മരിച്ചു. അന്നു മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ വിട്ടു പോകുമെന്ന്. ഇപ്പോൾ എനിക്ക് 21 വയസ്സായി, കല്യാണവും കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ 2 വയസ്സുള്ളപ്പോൾ ഉമ്മയും മരിച്ചു, 15 വയസ്സായപ്പോൾ ഉപ്പയും മരിച്ചു. പക്ഷെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, എന്നാലും ഇപ്പോഴും ഒരു പേടിയാണ്, സ്നേഹിക്കുന്ന എല്ലാവരും വിട്ടിട്ട് പോവോ, മരിച്ചു പോവോ എന്നൊക്കെയുള്ള ഒരു അയാളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഈ ഒരു അവസ്ഥയാണ്, ആ ഒരു കാര്യങ്ങളാണ് അയാളിൽ ഈ പേടി ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കുമെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ സംഭവിക്കുമോ എന്ന് പേടിച്ച് നിന്ന് ഉള്ള ജീവിതം കുളമാക്കണ്ട എന്നുള്ള പോലത്തെ ഒരു രീതിയിലേക്കാണ് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുക. ആ ഒരു രീതിയിലേക്ക് ഒരു 3-4 സെഷൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കുറയും. അങ്ങനെയാണ് സാധാരണ കേസുകളിൽ കാണുന്നത്. അപ്പൊ 2 വയസ്സുള്ളപ്പോൾ ഉമ്മ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ആ വ്യക്തിന്റെ കാരണം കൊണ്ടൊന്നും അല്ലല്ലോ ഉണ്ടാവുന്നത്. പിന്നെ ഇതിങ്ങനെ ഈ വ്യക്തിന്റെ എല്ലാരും ഇങ്ങനെ മരിച്ചു പോകുന്ന ഒരു റൂളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് മാത്രമല്ല, ചില ആൾക്കാർ ഈ മതപരമായ ജാതകമൊക്കെ പോലത്തെ സാധനങ്ങളിലൊക്കെ ഇങ്ങനത്തെ പല സാധനങ്ങളും മാനഹാനി വരാനുണ്ട് എന്നൊക്കെ പറയുന്ന പല സാധനങ്ങളും ഉണ്ട്. അപ്പൊ അത് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പോസിറ്റീവായ ഒരു സാധനമാണെങ്കിലും ശരി, ഇപ്പൊ ജാതകത്തില് രാജയോഗം വരും, ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പണിയെടുക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വരുമൊന്നുമില്ല. നമ്മളായിട്ട് അപ്പൊ അതിനെ ഒക്കെ നോക്കേണ്ട ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കി കാണാം. ഓക്കെ, അപ്പോ എന്താ പേടി മാറാൻ വേണ്ടിട്ട് ഇപ്പോ നമ്മൾ കൗൺസിലിംഗ് ചെയ്യാം അല്ലേ? അതെ, ആൾക്ക് കുറച്ചും കൂടി ഒരു ആളുടെ ഒരു ആളൊന്ന് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും വരുമ്പം അതൊക്കെ കോപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്കില്ലൊക്കെ പഠിപ്പിക്കുക. അതൊക്കെ നമുക്ക് ഈ സെഷൻസിലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ വായിക്കുന്ന നമ്മുടെ വാട്സാപ്പിൽ പ്രീവിയസ്ലി വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ക്വസ്റ്റ്യൻസ് അയക്കാവുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഒന്നും ആരും അറിയണ്ട, ഭയങ്കര സീക്രട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ അനോണിമസ് ആയിട്ടുള്ള ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. പ്രോബ്ലം സോൾവില് ഇനിയൊരു ബ്രേക്ക്.